ഇന്ന് നമ്മൾ ഇഫ്താർ സ്പെഷ്യൽ ലൈം ജ്യൂസ് ആണ് ചെയ്യുന്നത്. ഇത് നോമ്പ് തുറക്കൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രണ്ട് ഡിഫറെന്റ് ടേസ്റ്റ് ഉള്ള ലൈം ജ്യൂസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നമ്മുടെ നാരങ്ങ വെള്ളമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മുടെ സബ്സ്ക്രൈബർ റിഹാൻ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് നാരങ്ങ വെള്ളമാണെന്ന് വെച്ചിട്ട് ചെറുതാണെന്ന് വിചാരിക്കുന്നത്, ഇത് ഒന്നൊന്നര നാരങ്ങ വെള്ളമാണ്. രണ്ടും വ്യത്യസ്ത ടേസ്റ്റ് ഉള്ള വ്യത്യസ്ത രീതികളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നാരങ്ങ വെള്ളമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പ്രത്യേകിച്ച് റിഹാൻ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ എന്തായാലും അത് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പോയിട്ട് മുന്നേ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രുതി നിധി, ശ്രുതീസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യത്തെ നാരങ്ങ വെള്ളം ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു മിക്സിയിൽ ജാർ എടുത്തതിന് ശേഷം അതിലോട്ട് ഇത്രയും വരുന്ന ഇഞ്ചി കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ഇഞ്ചോളം വരുന്ന ഇഞ്ചി 3-4 കഷ്ണങ്ങളാക്കിയതാണിത്. കൂടുതലായിട്ട് നമ്മൾ ചേർക്കണ്ട. അപ്പോൾ കൂടുതലായി ആ ഇഞ്ചിയുടെ കുത്ത് നന്നായിട്ടുണ്ടാവും. ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഇത്രയും കുറച്ച് ചേർത്താൽ മതിയാവും. ഇനി ഒരു വലിയ ചെറുനാരങ്ങ പകുതിയോളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് വളരെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്കായിട്ട് മധുരത്തിനായിട്ട് ഇപ്പോൾ നമ്മൾ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പൊടിച്ച പഞ്ചസാരയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്, പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു 4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവിലൊക്കെ മാറ്റം വരുത്താം. അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക. അടിച്ചെടുക്കുമ്പോൾ ആ ഇഞ്ചി കഷ്ണങ്ങൾ നന്നായിട്ട് അരഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ആ ഒരു ഫ്ലേവർ, ഇഞ്ചിയുടെ ഫ്ലേവർ ആ വെള്ളത്തിലോട്ട് ഒന്ന് വന്നാൽ മാത്രം മതി. ഇപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇഞ്ചി ചെറുതായിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് കാണാം. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അതായത് ആ പുളിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്ന അളവ് വെച്ചിട്ട് ഒരു വലിയ ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള ജ്യൂസിൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത് എപ്പോഴും സെർവ് ചെയ്യുന്നതിനേക്കാളും തൊട്ട് മുന്നായിട്ട് ഉണ്ടാക്കിയാൽ മതി. കുറേ നേരത്തെ മുന്നേ നമ്മൾ ഉണ്ടാക്കി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ സമയത്ത് ഇതിൽ പുളിയും പിന്നെ മധുരമൊക്കെ നോക്കുക. അപ്പോൾ ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സെർവ് ചെയ്യുന്നതിനേക്കാളും തൊട്ട് മുന്നായിട്ട് ഈ ജ്യൂസ് അരിച്ചെടുക്കാം. ഇഞ്ചി കഷ്ണങ്ങൾ മാത്രമേ ഇങ്ങനെ മുകളിലായിട്ട് കിടക്കുന്നുണ്ടാവുള്ളൂ. അത് പക്ഷെ കടിക്കാനായിട്ട് ഒരു ടേസ്റ്റ് ആയിരിക്കും. അത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഇത് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കുക. പിന്നെ ഈ നാരങ്ങ വെള്ളം ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സെർവ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെയല്ല, കുറച്ച് കസ്കസും കൂടി ഇതിലോട്ട് ചേർത്തതിന് ശേഷം മാത്രം നമ്മൾ സെർവ് ചെയ്യണം. എന്നാലാണ് ഇത് മുഴുവനാവുള്ളൂ ഈ ജ്യൂസ്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ തന്നെ ഒരു 5-8 മിനിറ്റ് മുന്നേ തന്നെ കസ്കസ് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ടിരുന്നു. അപ്പോൾ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കണേക്കാളും തൊട്ട് മുന്നായിട്ട് അങ്ങനെ ചെയ്ത് വയ്ക്കുക. പിന്നെ കസ്കസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 2-3 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഒന്ന് പോയിട്ട് ഉണ്ടാക്കി നോക്കുക. ഇതൊരു വേറെ ടേസ്റ്റാണ്. ഇനി നമുക്ക് അടുത്ത ജ്യൂസ് നോക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ തന്നെ എടുക്കുക. അതിലോട്ട് നമുക്ക് തണ്ണിമത്തൻ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള 1 കപ്പ് തണ്ണിമത്തനാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു വലിയ പകുതി നാരങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനുശേഷം പിന്നെ ഇതിലോട്ട് ചേർക്കേണ്ടത് പുതിനയിലയാണ്. അപ്പോൾ പുതിനയില എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാൻ നോക്കട്ടെ. നമുക്ക് അത്ര ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു 6-7 പുതിനയില എടുത്താൽ മതിയാവും. ഫ്രഷ് അല്ലാത്ത പുതിനയില എടുക്കുമ്പോൾ ചില സമയത്തൊക്കെ അതിൻ്റെ കയ്പ്പുരസമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഫ്രഷ് ആയിട്ടുള്ള പുതിനയില എടുക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ജ്യൂസിൽ ചെയ്ത പോലെ തന്നെ ഇതിലും പൊടിച്ച പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു 4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് അരിച്ചിട്ട് കുടിക്കുന്നതായിരിക്കും നല്ലത്. ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിലോട്ട് ബാക്കി ആ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നീട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ആ പുളിക്ക് അനുസരിച്ചിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താൽ പുളി നന്നായിട്ട് കുറയാനും പിന്നെ ആ ജ്യൂസ് അത്ര ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പിന്നീട് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് പുളി മധുരമൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അവസാനമായിട്ട് നിങ്ങൾക്ക് ആ പുളി മധുരമൊക്കെ നോക്കാം. വേണമെന്ന് വെച്ചാൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സെർവ് ചെയ്യുന്നതിനേക്കാളും തൊട്ട് മുന്നായിട്ട് നേരത്തെ പോലെ തന്നെ നമ്മൾ കസ്കസ് കുതിർക്കാൻ വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതും ഒരു വേറെ ടേസ്റ്റാണ്. നമ്മൾ ആദ്യം ഉണ്ടാക്കിയതും രണ്ടാമത് ഉണ്ടാക്കിയതും രണ്ടും 2 ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഏതാ നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്തേക്കണേ.
പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് വെച്ചാൽ ചാനലിലെ വീഡിയോസ് ഒക്കെ ഒന്ന് പോയി നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണുന്നവരെ നിങ്ങൾ എല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക. വീണ്ടും കാണുന്നവരെ ബൈ.